So welcome to the discussion of advanced topology. So we were discussing productive properties from section 3 of module 2. So my theorem is theorem 3.4 on page number 205. A product of topological spaces is completely regular if each coordinate space is so. അപ്പോൾ ഒരു ടോപ്പോളജിക്കൽ സ്പേസസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ ആണെങ്കിൽ അതിന്റെ ഓരോ കോർഡിനേറ്റ് സ്പേസും കംപ്ലീറ്റ്ലി റെഗുലർ ആയിരിക്കും. ഓരോ കോർഡിനേറ്റ് സ്പേസും കംപ്ലീറ്റ്ലി റെഗുലർ ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. സോ ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് എടുത്തിട്ട് ഓരോ കോർഡിനേറ്റ് സ്പേസും കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് കാണിക്കും. അത് വളരെ സിമ്പിൾ ആണ്. So let x is equal to product over I element of I xi. Assume that x is completely regular. So ഈ ഒരു product topology completely regular ആണെന്ന് നമ്മൾ assume ചെയ്യുന്നു. നമുക്കറിയാം complete regularity എന്ന് പറയുന്നത് ഒരു hereditary property ആണ്. Complete regularity is a hereditary property. എന്ന് വെച്ചാൽ എന്താണ്? Whenever a space has a property, so does every subspace of it has. അതായത് ഒരു സ്പേസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ എല്ലാ സബ്സ്പേസുകൾക്കും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് റെഗുലാരിറ്റിയും ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്. എന്ന് വെച്ചാൽ എക്സിന്റെ എല്ലാ സബ്സ്പേസുകൾക്കും എക്സ് കംപ്ലീറ്റ്ലി റെഗുലർ ആയതുകൊണ്ട് എക്സിന്റെ എല്ലാ സബ്സ്പേസുകളും കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. അപ്പൊ നമ്മുടെ തിയറം 2.7 അനുസരിച്ച് whenever a product is non-empty, each coordinate space is embeddable in it. അങ്ങനെ ഒരു തിയറം ഉണ്ട്. തിയറം 2.7 പറയുന്നത് അങ്ങനെയാണ്. If the product is non-empty, then each coordinate space is embeddable in it. അപ്പൊ ഓരോരുത്തർക്ക് നമുക്ക് എന്ത് പറയാം? ഈച്ച് എക്സ് ഐ എന്ന് ഓരോ എക്സ് ഐയും ഈ എക്സിനകത്ത് എംബഡബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ ഓരോ എക്സ് ഐയും എക്സിന്റെ തന്നെ ഒരു സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എന്താണ്? ഓരോ എക്സ് ഐകളും കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. Therefore, xi is completely regular for all I element of the index set. എക്സ് കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. കംപ്ലീറ്റ് റെഗുലാരിറ്റി എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്. വിച്ച് മീൻസ് ഒരു സ്പേസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ സബ്സ്പേസുകൾക്കും ആ പ്രോപ്പർട്ടി ബാധകമാണ്. ആൻഡ് തിയറം 2.7 പറയുന്നത് അനുസരിച്ച് ഒരു നോൺ എംപ്റ്റി പ്രൊഡക്റ്റിലെ കോർഡിനേറ്റ് സ്പേസുകളെല്ലാം അതിൽ എംബഡബിൾ ആണ്. വിച്ച് മീൻസ് ഒരു നോൺ എംപ്റ്റി പ്രൊഡക്റ്റിലെ കോർഡിനേറ്റ് സ്പേസുകളെല്ലാം അതിന്റെ സബ്സ്പേസുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അതനുസരിച്ച് എക്സ് ഐകളെല്ലാം എക്സിന്റെ സബ്സ്പേസ് ആണ്. എക്സ് കംപ്ലീറ്റ് റെഗുലർ ആണ്. കംപ്ലീറ്റ് റെഗുലാരിറ്റി ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്. അതുകൊണ്ട് തന്നെ അത് എക്സ് കംപ്ലീറ്റ്ലി റെഗുലർ ആയതുകൊണ്ട് അതിന്റെ സബ്സ്പേസുകളെല്ലാം കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. വിച്ച് മീൻസ് എക്സ് ഐ ഈസ് കംപ്ലീറ്റ്ലി റെഗുലർ. അപ്പൊ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് പാർട്ട്. ഇനി ഫോർ ദ കോൺവേഴ്സ്, assume that each xi is completely regular. അപ്പം കൺവേഴ്സ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ എക്സൈകളും കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് വാട്ട് വി ഹാവ് ടു പ്രൂവ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് x is equal to product over I element of I xi is regular, is completely regular. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച 3.3 ലെമ്മയില് നമ്മൾ സബ് ബേസ് എലമെന്റ്സുകളെ വെച്ച് സബ് ബേസിലെ എലമെന്റ്സുകളെയും അതിലെ പോയിന്റുകളെയും വെച്ചുകൊണ്ട് ഒരു സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് ചെക്ക് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആ പ്രൊഡക്റ്റ് സ്പേസിൽ നിന്ന് 0, 1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതായത് ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സബ് ബേസ് എലമെന്റിലെ പോയിന്റിൽ 0യും അതിന് വെളിയിലുള്ള പോയിന്റുകളിൽ 1ഉം ആയിരിക്കും. അങ്ങനെയാണ് ലെമ്മ പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ലെമ്മ ഉപയോഗിച്ചാണ് ഈ ഒരു ഭാഗം കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സബ് ബേസ് എലമെന്റ്സിനെ ഈ പ്രൊഡക്റ്റ് സ്പേസിന്റെ സബ് ബേസ് എലമെന്റ്സിനെ ഡിഫൈൻ ചെയ്യും. ദാറ്റ് മീൻസ് സോ ലെറ്റ് സ്ക്രിപ്റ്റ് S is equal to set of all pi j inverse Vj such that Vj is open with respect to Xj for all j element of the index set. ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസിലെ സബ് ബേസ് എലമെന്റ്സുകളെല്ലാം പൈ ജെ ഇൻവേഴ്സ് വി ജെ എന്നുള്ളൊരു ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് ഇപ്പം ഇതിലെ ഒരു എലമെന്റ് കിട്ടി. പൈ ജെ ഇൻവേഴ്സ് വി ജെ എന്ന് പറയുന്നത് ഈ സബ് സ്പേസിലെ ഒരു ആർബിട്രറി അല്ലെങ്കിൽ ജനറൽ എലമെന്റ് ആണ്. സബ് സ്പേസിലെ ഒരു എലമെന്റ് കിട്ടി. അപ്പൊ ഇനി ആ എലമെന്റിനകത്ത് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു കൺസിഡർ ആൻ എക്സ് എലമെന്റ് ഓഫ് പൈ ജെ ഇൻവേഴ്സ് വി ജെ. പൈ ജെ ഇൻവേഴ്സ് വി ജെ എന്ന് പറയുന്നത് നമുക്കറിയാം പൈ ജെ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് എക്സ് ജെയിലേക്കുള്ളതാണ്. സോ പൈ ജെ ഇൻവേഴ്സ് ആവുമ്പോഴത്തേനും ഫംഗ്ഷൻ നേരെ റിവേഴ്സ് ചെയ്യും. എക്സ് ജെയിൽ നിന്ന് എക്സിലേക്കായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? പൈ ജെ ഓഫ് എക്സ് എലമെന്റ് ഓഫ് വി ജെ എന്ന് പറയാൻ പറ്റും. വി ജെ എന്ന് പറയുന്നത് നമുക്കറിയാം സബ്സെറ്റ് ഓഫ് എക്സ് ജെ ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ എക്സ് ഐകളും കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. അതിനർത്ഥം എക്സ് ജെ കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്നാണ്. അപ്പം എക്സ് ജെ കംപ്ലീറ്റ്ലി റെഗുലർ ആണെങ്കിൽ ബൈ ദ പ്രീവിയസ് ലെമ്മ there exists a function f from xj to 0, 1 closed interval 0, 1 such that f of pi j of x is equal to 0 and f of y is equal to 1 for all y not element of this Vj. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു സബ്സ്പേസ് വിജയിലെ പോയിന്റുകൾക്ക് വെളിയിൽ ഫംഗ്ഷന്റെ വാല്യൂ 1ഉം ആ പോയിന്റിന് ഫംഗ്ഷന്റെ വാല്യൂ 0യും. ഈ ഒരു ഇതില് ഈ പൈ ജെ എക്സ് എലമെന്റ് ഓഫ് വി ജെ, അതായത് എക്സ് ജെ എന്ന സബ്സ്പേസിലാണ് നമ്മളിവിടെ ആ ലെമ്മ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ് ജെ കംപ്ലീറ്റ്ലി റെഗുലർ, ഓരോ എക്സ് ജെകളും കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് നമുക്കുണ്ട്. അവിടെയാണ് നമ്മൾ ആ ലെമ്മ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണിക്കേണ്ടത് എക്സ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്നാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമുക്കൊരു ഫംഗ്ഷൻ കാണണം, എക്സിൽ നിന്ന് 0, 1ലേക്ക് പോകണം. അത് നമുക്ക് ഇങ്ങനെ കിട്ടണം. എക്സിൽ നിന്ന് ഇവിടെ ഇതിപ്പോ എക്സ് ജെയിൽ നിന്ന് 0, 1ലേക്കാണ്. അപ്പൊ നമുക്ക് എക്സിൽ നിന്ന് 0, 1ലേക്ക് പോകുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടണം. ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ അത് ആ ഫംഗ്ഷൻ എഫ് ഓഫ്, അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടണം. ആ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന ഈ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റില് 0യും ഇതിന് വെളിയിലുള്ള പോയിന്റ്സുകളിലെല്ലാം ഈ പൈ ജെ ഇൻവേഴ്സ് വി ജെക്ക് വെളിയിലുള്ള പോയിന്റുകളിലെല്ലാം 1ഉം ആയിരിക്കണം. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് ലെമ്മ വെച്ച്. അപ്പം ഇവിടെ നമുക്ക് ഇത് നമുക്ക് പൈ ജെ ഓഫ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ജെ
വി ജെ സബ്സെറ്റ് ഓഫ് എക്സ് ജെ എന്ന് വെച്ച് ഉള്ളത് വെച്ച് എക്സ് ജെ കംപ്ലീറ്റ്ലി റെഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ലെമ്മ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടണം. അതായത് എക്സിൽ നിന്ന് 0 1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ 0യും ഫംഗ്ഷന്റെ വാല്യൂ 0യും പൈ ജെ ഇൻവേഴ്സ് വി ജെക്ക് വെളിയിലുള്ള പോയിന്റുകളിൽ 1ഉം കിട്ടുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. അങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെമ്മ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് പറയാൻ പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് പഴയ ലെമ്മയിൽ നിന്ന് ഇവിടുന്ന് എഫ് ഓഫ് പൈ ജെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ എഫ് ഓഫ് പൈ ജെ ഓഫ് എക്സ് എന്നുള്ളതിന് നമുക്ക് എഫ് കോമ്പോസിഷൻ പൈ ജെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതത്തില്ലേ? സോ വി ക്യാൻ റൈറ്റ് എഫ് കോമ്പോസിഷൻ പൈ ജെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 ഫോർ ഓൾ വൈ എലമെന്റ് ഓഫ് വി ജെ എന്ന. അപ്പം വൈ നോട്ട് എലമെന്റ് ഓഫ് വി ജെ എന്ന. ഇതിന് നമുക്ക് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വി ജെ എന്ന് എഴുതാലോ. അതായത് വൈ നോട്ട് എലമെന്റ് ഓഫ് വി ജെ എന്ന് പറഞ്ഞാൽ വൈ എലമെന്റ് ഓഫ് വി ജെ കോംപ്ലിമെന്റ് എന്നാണ്. ദാറ്റ് മീൻസ് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വി ജെ. സോ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതി. വൈ എലമെന്റ് എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 for all y element of xj minus vj. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടി. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ കൺസിഡർ ചെയ്ത് നോക്കാം. സോ കൺസിഡർ എഫ് കോമ്പോസിഷൻ പൈ ജെ. അപ്പൊ ഇത് എവിടുന്ന് എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ജെയിൽ നിന്ന് 0 1 ക്ലോസ്ഡ് ഇന്റർവെൽ 0 1 പോയിരുന്നത്. അതുപോലെ തന്നെ പൈ ജെ എന്നുള്ള ഫംഗ്ഷൻ എക്സിൽ നിന്ന് എക്സ് ജെയിലേക്കാണ്. അപ്പം എഫ് കോമ്പോസിഷൻ പൈ ജെ എന്ന് പറയുന്ന ഫംഗ്ഷൻ അന്നേരം എവിടുന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എക്സിൽ നിന്ന് 0 1 പോകുന്നത്. അപ്പം നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. എഫ് കോമ്പോസിഷൻ പൈ ജെ എക്സിൽ നിന്ന് 0 1 പോകുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി ഈ ഫംഗ്ഷന്റെ എഫ് കോമ്പോസിഷൻ പൈ ജെ ഓഫ് എക്സ് 0 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of y is equal to 1 for all y not element of pi j inverse yj എന്ന് കിട്ടണം. അതുകൂടെ കിട്ടിയാലാണ് നമുക്ക് ഈ ഒരു ലെമ്മ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫ് കോമ്പോസിഷൻ പൈ ജെ 1 ആവുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. അതായത് എഫ് കോമ്പോസിഷൻ പൈ ജെ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1 ആകണമെങ്കിൽ എഫ് ഓഫ് പൈ ജെ ഓഫ് വൈ എന്ന് പറയുന്നത് 1 ആവണം. എഫ് ഓഫ് പൈ ജെ ഓഫ് വൈ 1 ആവുന്നത് എപ്പോഴാണ്? എഫ് ഓഫ് വൈ 1 ആയിട്ടുള്ളത് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വി ജെ ആയപ്പോഴാണ്. അപ്പൊ എഫ് ഓഫ് പൈ ജെ 1 ആകണം എന്നുണ്ടെങ്കിൽ ആവുന്നത് എപ്പോഴായിരിക്കും? വെൻ പൈ ജെ ഓഫ് വൈ നോട്ട് എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വി ജെ ആയിരിക്കല്ലേ. അതായത് എഫ് ഓഫ് വൈ 1 ആവുന്നത് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വൈ ജെ ആവുമ്പോഴാണ്. അപ്പൊ എഫ് ഓഫ് പൈ ജെ ഓഫ് വൈ 1 ആവുന്നത് പൈ ജെ ഓഫ് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ നോട്ട് എലമെന്റ് അല്ല, എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വൈ എന്ന് വരുമ്പോഴാണ്. പൈ ജെ ഓഫ് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ മൈനസ് വി ജെ എന്ന് വരുമ്പോഴായിരിക്കും. വൈ ജെ അല്ല, വി ജെ. അങ്ങനെയാണെങ്കിൽ വൈ എലമെന്റ് ഓഫ് പൈ ജെ ഇൻവേഴ്സ് എക്സ് ജെ മൈനസ് വി ജെ എന്ന് വരത്തില്ലേ? ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ വൈ എലമെന്റ് ഓഫ് പൈ ജെ ഇൻവേഴ്സ് ഓഫ് എക്സ് ജെ മൈനസ് പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി ജെ. പൈ ജെ ഇൻവേഴ്സ് ഓഫ് എക്സ് ജെ എന്ന് പറയുന്നത് എക്സിൽ നിന്ന് എക്സ് ജെയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം പൈ ജെ ഇൻവേഴ്സ് ഓഫ് എക്സ് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പം നമുക്ക് വൈ എലമെന്റ് ഓഫ് എക്സ് ജെ എക്സ് ജെ അല്ല എക്സ്
പൈ എലമെന്റ് ഓഫ് എക്സ് മൈനസ് പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി ജെ എന്ന് വരും. അതായത് എഫ് കോമ്പോസിഷൻ പൈ ഓഫ് വൈ ഈസ് പൈ ജെ ഓഫ് വൈ ഈസ് ഈക്വൽ ടു വെൻ വൈ എലമെന്റ് ഓഫ് എക്സ് മൈനസ് പൈ ജെ ഇൻവേഴ്സ് വി ജെ എന്ന് വെച്ചാൽ വൈ നോട്ട് എലമെന്റ് ഓഫ് പൈ ജെ ഇൻവേഴ്സ് വി ജെ എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ഇപ്പൊ നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ മറ്റേതിൽ നിന്നാണ്, നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന വാല്യൂവിൽ നിന്നാണ് എല്ലാം. ആദ്യം നമ്മൾ എക്സ് ജെയിൽ കംപ്ലീറ്റ്ലി റെഗുലർ ആയതുകൊണ്ട് നമുക്ക് ലെമ്മ അനുസരിച്ച് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇതിനെ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? there exists a function f from x to 0. നമുക്ക് എന്താ കിട്ടുന്നത്? ഫംഗ്ഷൻ there exists a function f composition pi j from x to 0 1 such that എന്താണ്? f composition pi j of x is equal to 0 and f composition pi j of y is equal to 1 for all y not element of pi j inverse of vj. അപ്പൊ ഇതാണ് നമ്മുടെ ലെമ്മായി പറഞ്ഞിരുന്നത്. നമ്മൾ എക്സ് എടുത്ത പോയിന്റ് എക്സും ഓപ്പൺ സെറ്റ് സബ് ബേസ് എലമെന്റ് പൈ ജെ ഇൻവേഴ്സ് വി ജെ. അപ്പം പോയിന്റ് എക്സിൽ ഫംഗ്ഷൻ, നമുക്കൊരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് 0 1 ഒരു ഫംഗ്ഷൻ, നമുക്ക് എക്സ് ജെയിൽ നിന്ന് 0 1 ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. എക്സ് ജെ കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. ഇപ്പൊ നമുക്ക് എക്സിൽ നിന്ന് 0 1 ഒരു ഫംഗ്ഷൻ കിട്ടി. ആ ഫംഗ്ഷൻ എഫ് കോമ്പോസിഷൻ പൈ ജെ സച്ച് ദാറ്റ് എഫ് കോമ്പോസിഷൻ പൈ ജെ ഓഫ് എക്സ് 0 ആണ്, എഫ് കോമ്പോസിഷൻ പൈ ജെ ഓഫ് വൈ 1 ആണ് ഫോർ ഓൾ വൈ നോട്ട് എലമെന്റ് ഓഫ് പൈ ജെ ഇൻവേഴ്സ് വി ജെ. സോ നമുക്ക് ഇവിടെ നമുക്ക് അഗെയിൻ ലെമ്മ അപ്ലൈ ചെയ്യാം. സോ ബൈ ലെമ്മ എക്സ് ഇസ് കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു നമ്മുടെ ലെമ്മയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം കൺവേഴ്സ് പാർട്ട് ഇത്രയേ ഉള്ളൂ. തിയറം 3.4 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. So that's all. Thank you.